ധന്യമീ ജീവിതത്തിലേക്ക് സ്വാഗതം. അഭിനന്ദിച്ചുകൊണ്ട് വിളിക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്ന എൻ്റെ പ്രിയ മിത്രങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. ചില വിഷയങ്ങൾ ചിന്തയിൽ നിന്നെടുത്ത് പറയുന്ന വിഷയങ്ങളാണ്. ചിലപ്പോൾ അത് നിസ്സാരമായി തോന്നാം, പക്ഷെ അതിൽ ചില കാര്യങ്ങൾ ഉണ്ട്. ഇന്ന് സംസാരിക്കുന്നത് ചെറിയ മീനും വലിയ മീനും. ചെറിയ മീനുകളുണ്ട്, വലിയ മീനുകൾ ഉണ്ട്. എന്താ ചെറിയ മീനിനെ കുറിച്ചും വലിയ മീനിനെ കുറിച്ചും ഇത്ര പറയാനുള്ളത്? പറയാനുണ്ട്. മീൻ വാങ്ങാൻ ചെല്ലുമ്പോൾ വലിയ മീനിനവിടെ വെച്ചിട്ടുണ്ടാവും. തീരെ ചെറിയ മീനിന് നെത്തോലി എന്നൊക്കെയാണ് പേര് പറയുക. ചെറിയ മീൻ കഴിക്കുന്നത് നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ഏത് മീനാ നല്ലത് എന്നല്ല ഇന്നത്തെ വിഷയം. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തിൽ കിടക്കുന്നില്ല, അത് വേറെ ദിവസം പറഞ്ഞു. ചെറിയ മീനും വലിയ മീനും എന്ന് പറഞ്ഞാൽ അത് സമുദ്രത്തിലെ കാര്യം. ജീവിതത്തില് മനുഷ്യരുടെ ഇടയിലും ചെറിയ മീനും വലിയ മീനും ഉണ്ട്. ഒരു ഫാക്ടറിയുടെ തോട്ടം പണിക്കാരൻ അയാൾ ചിന്തിക്കുന്ന എന്താണ്? ചെറിയ മീനാണ്. തലയ്ക്കകത്ത് ഇതിപ്പോ ഒരു സ്ഥിരം പണിയല്ല. അവിടെ കാവല് നിൽക്കുന്ന ശങ്കുണ്ണിയെ പോലെ ഒന്ന് സ്ഥിരപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഇതല്ലേ ചിന്തിക്കുന്നത്. തലയ്ക്കകത്ത് എപ്പോഴെന്താ ശങ്കുണ്ണിയ ചിന്ത. അല്ല, ലോകത്ത് വലിയ ആളുകളുണ്ട്, എത്രയോ സ്ഥലമുണ്ട്, അവിടെ പ്രധാനമന്ത്രിമാരുണ്ട്, അവരെ കുറിച്ച് ഇപ്പൊ എന്തിനാ ആലോചിക്കണം? ശങ്കുണ്ണിയെ കുറിച്ചാണ് ചിന്ത. ശങ്കുണ്ണി എന്താ ചിന്തിക്കുന്നത്? വേറെ രാജ്യത്തെ പ്രസിഡന്റ് ഇലക്ഷനോ മാറിയോ അതാണ് ചിന്തിക്കുന്നത്? ഇതിനേക്കാൾ കുറച്ചും കൂടി സുഖപ്പെട്ട ഒരു പണിയുണ്ട് അവിടെ. അതിന്റെ ബേസിപ്പെ കുറച്ച് കൂടുതലുണ്ട്, തിരക്കടില്ല. അത് കിട്ടിയ അവര് ഭാഗ്യവന്മാര്. അവരെ കാണുമ്പോഴാണ് അസൂയോടുകൂടി ഒന്ന് നോക്കുക. അവരെ കാണുമ്പോൾ അല്ലാതെ ഉയർന്ന കൂടിയ ആളുകളോട് അസൂയൊന്നുമില്ല. ആ ജോലിക്കാരെന്താ ചിന്തിക്കുക? എനിക്കിങ്ങനെ കുറച്ചു നേരമൊക്കെ വെയിൽ കൊള്ളണം, ഇതിനൊക്കെ സുഖമാണ് ആ കസേരയിലിരിക്കണ പണി കിട്ടിയാൽ നന്നായിരുന്നു. കസേരയിലിരിക്കണ പണി കിട്ടിയാൽ അത്ര സൗകര്യമൊന്നുമില്ല. എപ്പോഴും കസേരയിലിരിക്കുന്നവരെ കുറിച്ച് കോൺഷ്യസ് ആവും. ഒരു കാര്യമുണ്ട്, ഏതൊന്നിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നു നമ്മൾ ഏകദേശം അതായി മാറും. കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ ചിലതിനെ കുറിച്ച് കോൺഷ്യസ് ആവില്ലേ? ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നടി എന്നോട് പറഞ്ഞൊരു വരിയാണ്. കുട്ടിക്കാലത്തെ ബസ്സിലിരിക്കുമ്പോൾ ഓരോരോ നടിമാരുടെ പോസ്റ്റർ കാണുമ്പോൾ എനിക്ക് അങ്ങനെ ആവണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ആ പെൺകുട്ടി ഇപ്പോ സൂപ്പർ നടിയായി. ഞാൻ ആലോചിച്ചിരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനെ കുറിച്ചല്ല. ഇത് സാഹിത്യം, കഥെഴുത്ത്, അവള് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല. നോവൽ എഴുതാനൊന്നും അത്ര ബുദ്ധി അന്ന് ആലോചിച്ചാണ്, പിന്നെ എഴുതിയെങ്കിലും പല ചെറുകഥകൾ എഴുതുക. ഓരോരുത്തർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ ഇങ്ങനെ പ്രസംഗിക്കാൻ പറ്റുമോ? അതിനെക്കുറിച്ചാണല്ലോ കോൺഷ്യസ് ആയത്. ഏതൊന്നിനെ കുറിച്ച് കോൺഷ്യസ് ആവുന്നുവോ അതായി മാറിക്കൊണ്ടിരിക്കുമെന്ന് പറയുന്നതിന്റെ പ്രധാന കാര്യം പ്രപഞ്ച സംവിധാനം അങ്ങനെയാണ്. പെട്ടെന്ന് മനസ്സിലാക്കാൻ മീനുകളെ ഉദാഹരണം പറയാൻ കാരണം, സമുദ്രത്തിലെ ഏറ്റവും വലുപ്പം കുറഞ്ഞ മീനിനെ അതിനേക്കാൾ വലിപ്പമുള്ള മീനല്ലേ തിന്നുന്നത്? ഏറ്റവും വലിപ്പം കുറഞ്ഞത് അതിനെ തിന്നുന്ന ആര്? അതിനേക്കാൾ വലിപ്പമുള്ളത്. അതിനേക്കാൾ കുറച്ച്
കുറച്ച് വലിപ്പമുള്ള മീൻ എപ്പോഴും തിമിംഗലത്തെ കുറിച്ചല്ലല്ലോ ആലോചിക്കുന്നത്. തിമിംഗലം ഒന്നും അവർക്കൊരു പ്രശ്നമല്ല. അവര് തിമിംഗലത്തിന്റെ മേലെ മുട്ടുരുമിയൊക്കെ പോകും. അതിലും വലിയ മീനിനെ കുറിച്ച് കോൺഷ്യസ്. അവനാണ് ബിര വിഴുങ്ങുക. ആ വലിയ മീന് അതിനെ തിന്നുന്ന അതിനേക്കാൾ വലിയ മീനിനെ കുറിച്ച് ചിന്തിക്കും. ഏറ്റവും വലിയ മീനുകൾ അങ്ങനെ തീരെ ചെറിയ മീനുകളെ അങ്ങനെ തിന്നൊന്നുമില്ല. അവര് ഭക്ഷിക്കുക സ്രാവുകളെയാണ് ഭക്ഷിക്കുക. വലിയ സ്രാവിനെ, ചെറിയ സ്രാവിനെ സ്രാവിൻ കുട്ടികളൊക്കെ വിടും. എല്ലാ ജീവജാലങ്ങളും അതിനേക്കാൾ ഉയർന്ന ജനുസിനെ കുറിച്ച് കോൺഷ്യസ് ആകുന്നു, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മളും. ഞാൻ കോൺഷ്യസ് ആവുന്നത് അമേരിക്കയിലെ പ്രസിഡന്റ് ആവാനാ? എന്നെപ്പോലുള്ള എന്നേക്കാൾ കുറച്ചും കൂടി വലിയ ഒരാള് അങ്ങനെ ആവാൻ പറ്റിയില്ലല്ലോ. എല്ലാവരും, ലോകത്തുള്ള സകലവരും. ഏതൊന്നിനെ ഭയപ്പെടുന്നുവോ നാം അതായി മാറും. അതാണ് ഭയത്തിന്റെ ഒരു പ്രത്യേകത. അതിനെ പേടിക്കുകയാണല്ലോ, നമ്മൾ അതായി മാറും. കുട്ടികൾക്ക് ഏറ്റവും പേടി ക്ലാസ്സിലെ ടീച്ചറെ. ടീച്ചർ ഒരു വടിയായിട്ട് വരും. എന്താണ് ആരാ ചെയ്ത്? അമ്മിണിക്കുട്ടിയോ? കൈ ഇങ്ങോട്ട് അടിക്കും. അവര് ആരെയാ ഭയക്കണത്? ടീച്ചറെ. വീട്ടിൽ വന്നിട്ട് 5 കുട്ടികൾ നമുക്ക് ക്ലാസ്സിൽ ചെയ്യാം. ക്ലാസ് റൂം. ഈ കുട്ടി ടീച്ചറുടെ മാതിരി അഭിനയിക്കണം, ഒരു വടി ഇരിക്കണോ, ബാക്കി കുട്ടികൾ ഇരുന്ന് പഠിക്കുകയാണ്. സ്ലേറ്റിലെഴുത്. എന്താണ് ആ കുട്ടിക്ക് കുറച്ചൊരു പേടി ആ വടി എടുത്തു വരുന്ന ടീച്ചറെ ആയതുകൊണ്ട് ഈ കുട്ടി അതാവും. ഇവിടെ ഭയം എന്ന് പറഞ്ഞാൽ പാമ്പിനെ കണ്ടിട്ടുള്ള ഭയം എന്നുള്ള അർത്ഥത്തിലില്ല. ഏതിനെ കുറിച്ച് കോൺഷ്യസ് ആകുന്നു അതിനെയാണ് ഭയം എന്ന് പറയുന്നത്. ഭയം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ മറ്റാളെ പേടിക്കണം? അല്ലല്ലോ. ചെറിയ പണക്കാരനും വലിയ പണക്കാരനെ കാണുന്നു, അയാളുടെ മുമ്പിൽ നമ്മളൊന്നുമല്ല. അങ്ങനെ പ്രകൃതിയുടെ ചക്രം, കാലചക്രം, ധർമ്മചക്രം ചെറുത് വലിയതിനെ പിടിക്കുന്നു, ചെറിയതിനെ വലുത് തിന്നുന്നു. വലുത് അതിനേക്കാൾ വലുതിനെ പിടിക്കുന്നു, അവൻ ഇവനെ തിന്നുന്നു. ഒടുവിൽ ചെറിയ മീൻ പുനർജന്മം എടുത്തെടുത്തെടുത്ത് സ്രാവായിട്ട് പുനർജന്മം എടുക്കുന്നു. സ്രാവിനെ അതിലും വലിയ ജീവികൾ തിന്നുന്നു. അതിനേക്കാൾ വലിയ ജീവികളെ തിമിംഗലങ്ങൾ തിന്നു കഴിഞ്ഞാൽ തിമിംഗല എന്തിനെ കുറിച്ചാണ് കോൺഷ്യസ് ആവുന്നത്? എല്ലാ ജീവികളും ഒടുവിൽ പേടിക്കുന്നത് മനുഷ്യനെയാണ്. എങ്ങനെയാ ഈ മനുഷ്യന്റെ സ്വഭാവം ജീവികൾക്ക് എങ്ങനെ അറിയണത് എന്ന് നമ്മളെന്നെ അത്ഭുതപ്പെടും. ആ ജീവികൾക്ക് മനുഷ്യനെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാണ്. മനുഷ്യനാകട്ടെ ബിലകളൊക്കെ ചെറുതാ. വനപ്രദേശത്തൊക്കെ ചെല്ലുമ്പോൾ അത് വ്യക്തമാവും. മനുഷ്യരെ പേടിയാ. ഒരു നായക്ക് വരെ മനുഷ്യനൊക്കെ ശക്തിയുണ്ട്. എങ്കിലും ഇവൻ കല്ലെടുക്കുമെന്നും ആ കല്ലെടുത്ത് എറിയുമെന്നും നായക്കറിയാം. അതാണ് നായക്ക് ഇത്ര പേടി. മനുഷ്യനെ ഭയപ്പെടുന്നു. ഇവിടെ ഭയം എന്ന് പറഞ്ഞാൽ ഭയം, റെസ്പെക്ട്, ആരാധന, അതൊക്കെ വരും. നമുക്ക് ഭയം, റെസ്പെക്ട്, ആരാധനയൊക്കെ ഇപ്പൊ എന്തിനോടോ നമ്മളതായിട്ട് മാറും. ചെറിയ ജീവി വലിയ ജീവിയും അതിലും വലിയ ജീവിയും എല്ലാ ജീവികളും പേടിക്കുന്ന മനുഷ്യനെയാണ്. അപ്പൊ ആദ്യം ഈ ജീവികള് മനുഷ്യന്റെ വളർത്തുമൃഗങ്ങളായിട്ട് മാറും. ഇത് ഒരു തത്വചിന്തയാണ്. ഇതാണ് 100% ശരിയെന്ന് സ്ഥാപിക്കുകയല്ല, ഒരു ചിന്താഗതിയാണ്. അങ്ങനെ വളർത്തുമൃഗങ്ങളായി കഴിഞ്ഞാൽ വളർത്തുമൃഗങ്ങൾ എപ്പോഴും പേടിക്കുന്ന ആരാ? ഈ കെട്ടിട്ടോരെ. അവർക്ക് ഓമനിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, കൊല്ലാനും സ്വാതന്ത്ര്യമുണ്ട്. ഈ കയറ് കെട്ടിട്ട മനുഷ്യന് ഇവരെ കൊല്ലാനും. അപ്പൊ ഏറ്റവും ബഹുമാനം പേടിയാണ് മനുഷ്യരോടാണ്.
അപ്പൊ വളർത്തുമൃഗങ്ങളിൽ പ്രമോഷൻ കിട്ടി മനുഷ്യനായിട്ട് ഏറ്റവും നിൽക്കുന്ന ജീവിയായിട്ട് മാറാം. ആന, കുതിര ഒക്കെ അതിൽ വരാം. ക്രമേണ മനുഷ്യന്റെ രൂപമെടുത്ത് വാലില്ലാത്ത നടൻ, വാനരൻ, അങ്ങനെ ഒരു പരിണാമചക്രം ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ ചക്രത്തിന്റെ ഒരു അടിസ്ഥാനമാണ് ആരാധിച്ചുകൊള്ളുക. ആരാധിക്കുമ്പോൾ നാം ഏതിനെ ആരാധിക്കുന്നോ നാം അതായി മാറും. ശരിയല്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.